10ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഹി സംടൈംസ് റീഡ്സ് ദ ന്യൂസ് പേപ്പർ. ഹി സംടൈംസ് റീഡ്സ് ദ ന്യൂസ് പേപ്പർ. ഡോണ്ട് ഹി ഓപ്ഷനിലുണ്ട്, ഡസിൻറ്റ് ഹി ഓപ്ഷനിലുണ്ട്, ഡസ് ഹി ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റ് ഹീയും അവിടെ ഓക്സിലറി വെർബ് വരാത്തത് കൊണ്ട് മെയിൻ വെർബിനനുസരിച്ച് റീഡ്സ് എന്ന മെയിൻ വെർബിനനുസരിച്ച് ഡസ് എന്ന ഓക്സിലറി വെർബ് കണ്ടെത്താനും പറ്റുന്നു. അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡസിൻറ്റ് ഹി എന്ന ടാഗ് നമ്മൾ പറയുന്നു. ഡസിൻറ്റ് ഹി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഐ തിങ്ക് ഹി ഈസ് ഫ്രം മാൽദ്വീപ്. ഐ തിങ്ക് ഹി ഈസ് ഫ്രം മാൽദ്വീപ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ഐ തിങ്ക്, ഐ ആം അഫ്രൈഡ്, ഐ ബിലീവ്, അതുപോലെ ഐ സസ്പെക്റ്റ്. ഏതൊക്കെ വാക്കുകൾ? ഐ തിങ്ക്, ഐ ആം അഫ്രൈഡ്, ഐ ആം ഷുവർ, ഐ ബിലീവ്, അതുപോലെ ഐ സസ്പെക്റ്റ് എന്നീ വാക്കുകളിലാണെങ്കിൽ ആ ഭാഗം ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന ഭാഗത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഐ തിങ്ക് ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന ഭാഗം ഹി ഈസ് ഫ്രം മാൽദ്വീപ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹി സബ്ജക്റ്റ് ആണ്, ഈസ് ഓക്സിലറി ആണ്, അതുകൊണ്ട് ഈസിൻ്റെ ഹി ഓപ്ഷനിൽ ഉത്തരമായി കിട്ടുന്നു. അടുത്ത ചോദ്യം, ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഡോണ്ട് ടോക്കിലാണ്. ഡോണ്ട് ടോക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് വില്യു ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് വില്യു ആണ്. അതുകൊണ്ട് ഉത്തരം ഏതിലേക്ക് വരുന്നു? വില്യു ഉത്തരമായിട്ട് വരുന്നു. വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളെല്ലാം ഇമ്പരേറ്റീവ് ആണ്. അത്തരം സെൻറ്റൻസുകളുടെ ടാഗ് വില്യു ആണ്. രണ്ടാമത്തെ അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ സ്വിമ്മിങ്. ലെറ്റ്സ് ഗോ സ്വിമ്മിങ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റ്സ് ഓർ ലെറ്റസ് എന്നീ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ ടാഗ് ഷാൾ വി ആണ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് എന്നീ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ ഉത്തരം ഷാൾ വി ആണ്. അതുകൊണ്ട് ഉത്തരം ഏതിലേക്ക് വരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഷാൾ വി ഉത്തരമായിട്ട് എഴുതാം. അടുത്ത ചോദ്യം, പാസ് മീ ദ സോൾട്ട്. പാസ് മീ ദ സോൾട്ട്. പാസ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ ഇമ്പരേറ്റീവ് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡു യു ഓപ്ഷനിലുണ്ട്, വോണ്ട് യു ഓപ്ഷനിലുണ്ട്, ആർ യു ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് വില്യു ആണെന്ന് പറഞ്ഞു. എന്നാൽ കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസായി പറയുന്നതെങ്കിൽ വില്യുവിന് പകരം വോണ്ട് യു ഉപയോഗിക്കാം. വില്യുവിന് പകരം എന്തുപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ഉത്തരം വോണ്ട് യു ഉത്തരമായിട്ട് എഴുതാം. അടുത്ത ചോദ്യം, ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. രണ്ട് ഓക്സിലറി വെർബുകൾ വരുന്ന സെൻറ്റൻസുകളിൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. അവിടെ കുഡും ഉണ്ട്, ഹാവും ഉണ്ട്. അപ്പോൾ നമ്മൾ കുഡിനനുസരിച്ച് ടാഗ് ചെയ്യുന്നു. അപ്പോൾ കുഡിൻ്റെ ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കുഡിൻ്റെ ഹി നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് കുഡിൻ്റെ ഹി ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം, ദ ഗേൾ വോണ്ട് സിങ് ഇൻ ദി പാർട്ടി. ദ ഗേൾ വോണ്ട് സിങ് ഇൻ ദി പാർട്ടി. ദ ഗേൾ എന്ന് പറയുന്നത് പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ ഷീ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. വോണ്ട് എന്ന് പറഞ്ഞാൽ വില്ലിനോടൊപ്പം നോട്ട് ചേരുമ്പോൾ രൂപമാറ്റമാണ്. ഇപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, അവിടുത്തെ ഓക്സിലറി വില്ലാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് എഴുതണം. ഓക്സിലറി വെർബും സബ്ജക്റ്റും എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഉത്തരം വിൽ, ഷീ ഇവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഹി വെൻറ്റ് ഓൺ എ ടൂർ. ഹി വെൻറ്റ് ഓൺ എ ടൂർ. അവിടെ ഓക്സിലറി വെർബില്ല, ഹി സബ്ജക്റ്റ് ആണ്. വെൻറ്റ് എന്ന് പറയുന്ന V2 ഫോമിലെ വെർബാണ്. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡ് പറയാം. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻ്റെ ഹി ഉത്തരമായിട്ട് കിട്ടുന്നു. ഡിഡിൻ്റെ ഹി നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം, യു ആർ ആൻ ഇന്ത്യൻ. യു ആർ ആൻ ഇന്ത്യൻ. അവിടെ നമുക്ക് യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഓപ്ഷനൊന്നുമില്ല, ആർ ഓക്സിലറി വെർബ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ആറിൻ്റെ യു. ഉത്തരം എന്ത് കിട്ടുന്നു? ആറിൻ്റെ യു ഉത്തരമായിട്ട് കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം, ഐ ആം ലേറ്റ്. അവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല. ഐ ആം ലേറ്റ്. അവിടെ ഒരു ആം വരുന്ന സെൻറ്റൻസ് ആണ്. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിൻ്റെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ആറിൻ്റെ ഐ ഉത്തരമായിട്ട് കിട്ടുന്നു. ആറിൻ്റെ ഐ ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം, ദ ബോയ് ഈസ് ഫ്രം കോട്ടയം. ദ ബോയിക്ക് പകരം നമുക്ക് ഹി സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഈസ് അവിടെ ഓക്സിലറി വെർബാണ്.
അതുകൊണ്ട് നമുക്ക് എന്ത് ഉത്തരം കിട്ടും? ഈസിൻ്റെ ഹി ഉത്തരമായിട്ട് കിട്ടുന്നു. ഈസിൻ്റെ ഹി ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഹി വിൽ നെവർ നോ. ഹി വിൽ നെവർ നോ. അപ്പോൾ വിൽ അവിടെ ഓക്സിലറി ആണ്. നെവർ എന്ന് പറയുന്ന നെഗറ്റീവ് മീനിങ് നൽകുന്നു. ഹി സബ്ജക്റ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് എഴുതുക. വിൽ ഹി അവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. വിൽ ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആൻ ഹാസ് ക്ലീൻഡ് ദ പ്ലേറ്റ്. ആൻ ഹാസ് ക്ലീൻഡ് ദ പ്ലേറ്റ്. ആൻ എന്ന് പറയുന്നത് മെയിലാവാം ഫീമെയിൽ ആവാം. നമുക്കിവിടെ മെയിലോ ഫീമെയിലോ എടുത്താലും കുഴപ്പമില്ല. ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് ഉത്തരം എഴുതാം. ഇവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ ഫീമെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹാസ് അവിടെ ഓക്സിലറി ഹാസിൻ്റെ ഷീ കിട്ടും. മെയിലായിട്ടാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ഹാസിൻ്റെ ഹി കിട്ടും. അപ്പോൾ ഹാസിൻ്റെ ഹി ഓർ ഷീ സബ്ജക്റ്റ് ഏതാണോ ഓപ്ഷനിൽ വരുന്നത് അതിനനുസരിച്ച് എഴുതാം. അടുത്ത ചോദ്യം, അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. ഇവിടെ സബ്ജക്റ്റ് അനു മനു ആണ്. അപ്പോൾ പ്ലൂറലാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ദേ എന്നെടുക്കാം. വിൽ അവിടെ ഓക്സിലറി. അപ്പം പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് വോണ്ട് ദേ ഉത്തരമായിട്ട് കിട്ടുന്നു. വോണ്ട് ദേ ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവേക് പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. വിവേക് പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. വിവേകിന് പകരം ഹി സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. പ്ലേഡ് ഓക്സിലറി വെർബില്ല, മെയിൻ വെർബാണ്. അതുകൊണ്ട് അതിനകത്തുള്ള ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചാൽ ഡിഡ് ആണ്. V2 ഫോമിലെ വെർബുകളാണ് വരുന്നതെങ്കിൽ ഡിഡ് ഓക്സിലറി ആയിട്ട് എടുക്കുക. V1 ഫോമിലെ വെർബുകളാണ് വരുന്നതെങ്കിൽ ഡു ഓക്സിലറി ആയിട്ട് എടുക്കുക. ഡസ് അല്ലെങ്കിൽ എസ്സിലോ ESലോ IESലോ അവസാനിക്കുന്ന വെർബുകളാണ് വരുന്നതെങ്കിൽ ഡസ് ഓക്സിലറി ആയിട്ട് എടുക്കുക. ഇവിടെ V2 ആയതുകൊണ്ട് ഡിഡ് എടുത്തു. അപ്പോൾ നമുക്ക് ഡിഡിൻ്റെ ഹി അവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. ലാസ്റ്റത്തത് ഡിഡിൻ്റെ ഹി ഉത്തരമായിട്ട് വരുന്നു.